സ്കൂൾ കലാമേള UP വിഭാഗം അറബിക് പ്രസംഗം. വിഷയം അൽ മുഖദ്ദിറാത്ത് വ അദ്റാറുഹ, ലഹരി മരുന്നുകളും അവയുടെ വിപത്തുകളും. ആദ്യം പ്രസംഗം ഒന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഖുലാത്തുൽ മുഹ്തറമൂൻ വൽ അസാതിദത്തുൽ കിറാം വത്തുല്ലാബുൽ അഇസ്സാ. اليوم سنتحدث عن موضوع مهم جدا هو أضرار المخدرات. نعلم أن في هذه الأيام انتشرت المخدرات في جميع الأماكن حتى في المدارس. طلاب المدارس أيضا أخذوا استعمالها. يقود هذا الحال ولايتنا إلى خطر كبير، والمخدرات تهلك حياتنا وأجسامنا تدريجيا. تخيلوا أن جسمكم هو حديقة جميلة مليئة بالأغراس والأزهار، والمخدرات مثل الأعشاب الضارة التي تحاول أن تدخل هذه الحديقة. إذا دخلت فإنها تدمر كل شيء جميل فيها. هكذا إذا دخلت المخدرات جسمنا تدمر أعضاءنا الداخلية، فيهلك جسمنا وتصير حياتنا جحيما. أيها الأحباء، هل تعرفون ما هي المخدرات؟ المخدرات هي كل شيء مسكر. هذه مواد خطيرة جدا، بعضها يكون على شكل حبوب أو مسحوق، وبعضها على شكل سائل مثل الخمر. نعم الخمر أيضا من المخدرات، لكن اليوم بعض الناس لا يرى الخمر خطيرا، لكن هو خطير جدا، بل أخطر من أنواع المخدرات. وقد ورد في الحديث أن الخمر أم الخبائث. يتناول الناس الخمر وغير المخدرات ليغيروا شعورهم، لكنها تسبب لهم أضرارا كبيرة وتصير خطرا كبيرا لأجسامهم وحياتهم. لماذا المخدرات خطيرة؟ تذكروا أن المخدرات ليست ألعابا، وهي ليست شيئا ممتعا. عندما يتعاطى شخص المخدرات يحدث له أشياء سيئة، يظن أنه أصبح أقوى وأشجع، لكن الحقيقة هي العكس تماما. المخدرات تجعله ضعيفا، لا يستطيع التفكير بشكل صحيح أو تذكر الأشياء. تجعله المخدرات مريضا وحزينا دائما، تضعف القلب والكبد والمعدة، وتجعلهم يشعرون بالتعب والمرض طوال الوقت، ولا يستمتع باللعب أو الدراسة أو قضاء الوقت مع العائلة والأصدقاء. الأبطال الحقيقيون هم الذين يحافظون على صحتهم وأجسامهم قوية ونظيفة. كيف نحمي أنفسنا؟ علينا أن نكون أذكياء وشجعان. إليكم بعض النصائح المهمة. قولوا لا. إذا حاول أحد أن يعطيكم شيئا غريبا قولوا لا بصوت عال وواضح. كذلك أخبر الكبار. لا تخافوا أبدا من إخبار والديكم أو معلمكم أو أي شخص بالغ تثقون به. ابتعدوا عن الأماكن الخطيرة. لا تذهبوا إلى أماكن لا تعرفونها، ولا تتحدثوا مع الغرباء. ابحثوا عن هوايات ممتعة. اقرأوا القصص أو ارسموا الصور أو العبوا مع أصدقائكم. هذه الأشياء تجعلكم سعداء وأقوياء. أعزائي، تذكروا دائما أن القوة الحقيقية تكمن في الحفاظ على أجسادكم نظيفة وصحية. فكونوا أبطالا حقيقيين وابتعدوا عن كل ما يؤذيكم. نسأل الله تعالى أن يحمينا من كل خطر، والله في عوننا. أختتم كلامي هذا، شكرا لكم والسلام عليكم ورحمة الله. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അയ്യുഹൽ ഖുലാത്തുൽ മുഹ്തറമൂന വൽ അസാതിദത്തുൽ കിറാം, ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, വത്തുല്ലാബുൽ അഇസ്സാ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അല്യോം സനതഹദ്ദസു അൻ മൗളൂഇൻ മുഹിമ്മിൻ ജിദ്ദൻ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹുവ അദ്റാറുൽ മുഖദ്ദിറാത്ത്, അത് ലഹരി മരുന്നുകളുടെ ദോഷഫലങ്ങളെക്കുറിച്ചാണ്. നഅലമു അന്ന ഫി ഹാദിഹിൽ അയ്യാമി ഇൻതശറത്തുൽ മുഖദ്ദിറാത്ത് ഫി ജമീഇൽ അമാകിൻ. ഈ കാലഘട്ടത്തിൽ ലഹരി അല്ലെങ്കിൽ മുഖദ്ദിറാത്ത് മുഴുവൻ സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്കറിയാം. ഹത്താ ഫിൽ മദാരിസ്, സ്കൂളുകളിൽ വരെ. തുല്ലാബുൽ മദാരിസ് ഐളൻ അഹദു ഇസ്തിമാലഹ, സ്കൂൾ കുട്ടികൾ വരെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യഖൂദു ഹാദൽ ഹാല വിലായതന ഇലാ ഖത്തറിൻ കബീരിൻ, ഇത് നമ്മുടെ സ്റ്റേറ്റിനെ വലിയൊരു അപകടത്തിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. വൽ മുഖദ്ദിറാത്തു തുഹ്ലികു ഹയാതന വ അജ്സാമന തദ്രീജിയൻ, ലഹരി മരുന്നുകൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ശരീരത്തെയും ക്രമേണ ഘട്ടഘട്ടമായി നശിപ്പിക്കുന്നതാണ്.
തഖയ്യലു നിങ്ങൾ സങ്കല്പിക്കുക അന്ന ജിസ്മക്കും ഹുവ ഹദീഖത്തുൻ ജമീലത്തുൻ നിങ്ങളുടെ ശരീരം ഒരു ഭംഗിയുള്ള പൂന്തോട്ടമാണെന്ന്. മലിയത്തും ബിൽ അഗ്റാസ് വൽ അസ്ഹാരി പൂക്കളാലും ചെടികളാലും നിറഞ്ഞ നല്ലൊരു പൂന്തോട്ടം. വൽ മുഖദ്ദറാത്തു മിസ്ലുൽ ആശാബിൽ ലാറത്ത് ലഹരി വസ്തുക്കളാണെങ്കിൽ അപകടകരമായ കുകളെ പോലെയാണ്. അല്ലത്തി തുഹാവിൽ അൻ തദ്ഖുല ഹാദിഹിൽ ഹദീഖത ഈ ഹദീഖത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അപകടകരമായ. ഇതാ ദഖലത്ത് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫഇന്നഹ തുദമ്മിറു കുല്ല ഷൈഇൻ ജമീലിൻ ഫിഹ ആ പൂന്തോട്ടത്തിലെ എല്ലാ ഭംഗിയുള്ള വസ്തുക്കളെയും നശിപ്പിച്ചു കളയും. ഹാക്കഥ ഇതേപോലെ ഇതാ ദഖലത്തിൽ മുഖദ്ദറാത്തു ജിസ്മന മുഖദ്ദറാത്ത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ തുദമ്മിറു അളാന ദാഖിലിയത നമ്മുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയും. ഫയഹലക്കു ജിസ്മുന അപ്പോൾ നമ്മുടെ ശരീരം തകർന്നു പോകും. വതസീറു ഹയാത്തുന ജഹീമൻ നമ്മുടെ ജീവിതം നരകതുല്യമായി തീരും. അയ്യുഹൽ അഹിബ പ്രിയപ്പെട്ടവരെ, ഹൽ തഅരിഫുന മാഹിയൽ മുഖദ്ദറാത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അൽ മുഖദ്ദറാത്തു ഹിയ കുല്ലു ഷൈഇൻ മുസ്കിരിൻ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് മുഖദ്ദറാത്ത് എന്ന് വിളിക്കാം. ഹാദിഹി മവാദിൻ ഖതീറത്തുൻ ജിദ്ദൻ ഇവയൊക്കെ വളരെ അപകടകരമായ പദാർത്ഥങ്ങളാണ്. ബഅ്ലുഹ യകൂനു അലാ ശക്ലി ഹുബൂബിൻ ഔ മസ്ഹൂഖിൻ അതിൽ ചിലത് ഗുളികകളുടെ രൂപത്തിലും ചിലത് പൗഡർ രൂപത്തിലുമായിരിക്കും. വബഅ്ലുഹ അലാ ശക്ലിൻ സായിലിൻ മിസ്ലൽ ഖംർ മറ്റു ചിലത് ദ്രാവക രൂപത്തിലായിരിക്കും. മിസ്ലൽ ഖംർ മദ്യം പോലെ. നാം അതെ അൽ ഖംറു അയ്ലൻ മിനൽ മുഖദ്ദറാത്ത് മദ്യവും മുഖദ്ദറാത്തിൽ പെടുത്താം. ലാകിൻ അൽയൗം ബഅ്ദു നാസി ലാ യറ അൽ ഖംറ ഖതീറൻ പക്ഷേ ഇന്ന് ചില ആളുകൾ മദ്യത്തെ അപകടകരമായി കാണുന്നില്ല. ലാകിൻ ഹുവ ഖതീറുൻ ജിദ്ദൻ പക്ഷേ അത് വളരെയധികം അപകടകരമായ വസ്തുവാണ്. ബൽ അഖ്തർ മിൻ അൻവായിൽ മുഖദ്ദറാത്ത് അല്ല മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളെക്കാൾ അപകടം പിടിച്ച വസ്തുവാണ് മദ്യം. വഖദ് വറദ ഫിൽ ഹദീസിൽ വന്നിട്ടുണ്ട് അന്നൽ ഖംറ ഉമ്മുൽ ഖബായിസ് മദ്യം തെറ്റുകളുടെയൊക്കെ മാതാവാണ് എന്ന്. യത്നാവലു നാസു അൽ ഖംറ വഗൈറൽ മുഖദ്ദറാത്തി ലിയുഗയ്യിറു ശുഊറഹും ജനങ്ങൾ അവരുടെ വികാരങ്ങളെ മാറ്റാൻ വേണ്ടിയാണ് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത്. ലാകിന്നഹ തുസബ്ബിബു ലഹും അളറാറൻ കബീറത്തൻ പക്ഷേ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വലിയ ഉപദ്രവമാണ് ചെയ്യുന്നത്. തസീറു ഖതറൻ കബീറൻ ലി അജ്സാമിഹിം വഹയാത്തിഹിം അവരുടെ ജീവിതത്തിനും അവരുടെ ശരീരത്തിനും അത് വലിയൊരു അപകടകരമായി തീരുകയാണ് ചെയ്യുന്നത്. ലിമാദ അൽ മുഖദ്ദറാത്ത് ഖതീറത്തുൻ എന്തുകൊണ്ടാണ് മുഖദ്ദറാത്ത് അപകടകരമാണെന്ന് പറയുന്നത്? തദക്കറു അനൽ മുഖദ്ദറാത്ത് ലൈസത്ത് അൽ അബൻ നിങ്ങൾ ഓർക്കുക മുഖദ്ദറാത്ത് ഒരു കളികളല്ല ഗെയിമല്ല. വഹിയ ലൈസത്ത് ഷൈഅൻ മുംതിഅൻ അതൊരു ആസ്വാദികരമായ ഒരു കാര്യമേ അല്ല. ഇൻദമാ യതഅത ശഖ്സുൻ അൽ മുഖദ്ദറാത്തി ഒരു വ്യക്തി മുഖദ്ദറാത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യഹദുസു ലഹു അശ്യാഉൻ സയ്യത്തുൻ അവന് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും. യളുന്നു അന്നഹു അസ്ബഹ അഖ്വ വ അസ്ജഅ അവൻ ശക്തനും ധീരനുമായി എന്നവൻ വിചാരിക്കും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവൻ. ലാകിൻ അൽ ഹഖീഖത ഹിയൽ അക്സു തമാമൻ പക്ഷേ യാഥാർത്ഥ്യം പൂർണ്ണമായും എതിരാണ്. അൽ മുഖദ്ദറാത്തു തജ്അലുഹു ലൈഫൻ മുഖദ്ദറാത്ത് അവനെ ബലഹീനനാക്കുകയാണ് ചെയ്യുന്നത്. ലാ യസ്തതിഉ തഫ്കീറ ബിശക്ലിൻ സഹീഹിൻ ശരിയായ രൂപത്തിൽ അവന് ചിന്തിക്കാൻ കഴിയുകയില്ല. ഔ തദക്കുറൽ അശ്യാ കാര്യങ്ങളെ ഓർത്തെടുക്കാൻ പോലും കഴിയുകയില്ല. തജ്അലുഹു അൽ മുഖദ്ദറാത്തു മരീളൻ വ ഹസീനൻ ദായിമൻ മുഖദ്ദറാത്ത് എപ്പോഴും അവനെ രോഗിയും ദുഃഖിതനുമാക്കി തീർക്കുന്നു. തുദ്ഇഫുൽ ഖൽബ വൽ കബിദ വൽ മഅദത അവന്റെ ആമാശയത്തെയും കരളിനെയും ഹൃദയത്തെയും അത് ദുർബലപ്പെടുത്തും. വതജ്അലഹും യശ്ഉറൂന ബിത്തഅബി വൽ മർളി തവാലൽ വഖ്ത് മുഴുവൻ സമയവും രോഗവും ക്ഷീണവും ഉണ്ടാവുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും. വലാ യസ്തംതിഉ ബില്ലഅബി അവ ദിറാസത്തി പഠനത്തിലോ കളിയിലോ അവർക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയുകയില്ല. ഔ ഖലാഇൽ വഖ്ത് മഅൽ ആയിലത്തി വൽ അസ്തിഖായി കുടുംബത്തോടൊപ്പം ഇരിക്കാനും കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്നതിലൊന്നും അവർക്ക് ആസ്വാദനം കണ്ടെത്താൻ കഴിയില്ല. അൽ അബ്താലുൽ ഹഖീഖിയൂന ഹുമുല്ലദീന യുഹാഫിളൂന അലാ സിഹ്ഹതിഹിം വജിസാമിഹിം ഖവിയ്യതൻ വനളീഫതൻ യഥാർത്ഥത്തിലുള്ള ധീരന്മാർ അബ്താൽ എന്ന് പറയുന്നത് ആരാണ്? തങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ശക്തമായും വൃത്തിയായും സൂക്ഷിക്കുന്നവരാണ്. കൈഫ നഹ്മി അൻഫുസന നമ്മളെങ്ങനെ സ്വയം സംരക്ഷിക്കും? അലൈന അൻ നകൂന അദ്കിയ അവ ശുജആന നമ്മൾ ബുദ്ധിമാന്മാരും ധീരന്മാരും ആകണം. ഇലൈക്കും ബഅദു നസാഇഹിം അൽ മുഹിമ്മ നിങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ തരാം. ഖൂലു ലാ നിങ്ങൾ ലാ എന്ന് പറയണം, ഇല്ല എന്ന് പറയണം. ഇദാ ഹാവല അഹദുൻ അൻ യുഅതിയകും ഷൈഅൻ ഖരീബൻ ആരെങ്കിലും നിങ്ങൾക്ക് അപരിചിതമായ എന്തെങ്കിലും വസ്തുക്കൾ തരികയാണെങ്കിൽ അത് ലാ നോ എന്ന് പറയണം, അതിനോട് സ്വീകരിക്കരുത്. ഖൂലു ലാ ബിസൗത്തിൻ ആലിം വവാദിഹിം വ്യക്തമായും
ശക്തമായും ഉള്ള ശബ്ദത്തിൽ ലാ എന്ന് പറയണം. അഖ്ബിറുൽ കിബാറ, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തരികയും മറ്റും ചെയ്താൽ അഖ്ബിറുൽ കിബാറ, മുതിർന്നവരെ അറിയിക്കുക. ലാ തഖാഫു അബദൻ, ഒരിക്കലും പേടിക്കരുത്. മിൻ ഇഖ്ബാരി വാലിദൈക്കും ഔ മുഅല്ലിമിക്കും, നിങ്ങളുടെ അധ്യാപകനെയോ മാതാപിതാക്കളെയോ അറിയിക്കുന്ന കാര്യത്തിൽ. ഔ ഐ ഷഖ്സിൻ ബാലിഗിൻ തസിക്കുന ബിഹി, നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ, മുതിർന്ന വ്യക്തിയെ നിങ്ങൾ അറിയിക്കണം. ഇബ്തഇദു അനിൽ അമാക്കിനിൽ ഖതീറ, അപകടകരമായ സ്ഥലങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ലാ തദ്ഹബു ഇലാ അമാക്കിന ലാ തഅരിഫൂനഹ, നിങ്ങൾക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. വലാ തതഹദ്ദസു മഅൽ ഖറബാ, അപരിചിതരോട് സംസാരിക്കരുത്. ഇബ്ഹസു അൻ ഹിവായാത്തിൻ മുംതിഅത്തിൻ, ആസ്വാദ്യകരമായ ഹോബികൾ നിങ്ങൾ കണ്ടെത്തുക. ഇഖ്റഉൽ ഖിസസ, കഥകൾ വായിക്കുക. അവിർസ മുസ്വറ, ചിത്രങ്ങൾ വരയ്ക്കുക. അവിൽ അബുമ അസ്തിഖായിക്കും, കൂട്ടുകാരോടൊപ്പം കളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹാദിഹിൽ അശ്യാഉ തജഅലുകും സുഅദാ വഅഖ്വിയ, ഇവയൊക്കെ നിങ്ങളെ സന്തോഷവാന്മാരും ശക്തരുമാക്കി തീർക്കും. അയ്സായി, പ്രിയമുള്ളവരെ, തദക്കറു ദായിമൻ, എപ്പോഴും ഓർക്കണം. അന്നൽ ഖുവ്വത്തുൽ ഹഖീഖിയത തർക്കുമുനു ഫിൽ ഹിഫാളി അലാ അജ്സാദിക്കും നളീഫത്തൻ വസഹിയത്തൻ, യഥാർത്ഥ ശക്തി ഇരിക്കുന്നത് നിങ്ങളുടെ ശരീരം വൃത്തിയായും ആരോഗ്യകരമായും സൂക്ഷിക്കുന്നതിലാണ്. ഫക്കൂനു അബ്താലൻ ഹഖീഖീന, അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ ധീരന്മാരാവുക. വബ്തഇദു അൻ കുല്ലിമായി ഉദീക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ കാര്യത്തെ തൊട്ടും നിങ്ങൾ അകന്നു നിൽക്കുക. നസ്അലുല്ലാഹ തആല, അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അൻ യഹ്മീന മിൻ കുല്ലി ഖതറിൻ, എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കാൻ. അല്ലാഹു ഫി ഔനിന, അള്ളാഹു നമ്മുടെ സഹായത്തിനുണ്ട്. അഖ്തദിമു കലാമി ഹാദ, ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ശുക്രൻ ലക്കും, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലിയിൽ പ്രസംഗിച്ച് പഠിക്കാവുന്നതാണ്.